2019 മാർച്ച് മുതൽ 2025 മാർച്ച് വരെയുള്ള ആ നീണ്ട കാലയളവ് മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തെക്കാളേറെ നിരാശകൾ നിറഞ്ഞതായിരുന്നു. കാരണം വന്ന സിനിമകളെല്ലാം ഒന്നൊന്നായി തിയേറ്ററുകളിൽ പരാജയപ്പെടാൻ തുടങ്ങി. ഇട്ടിമാണി, മരക്കാർ, ബിഗ് ബ്രദർ, ആറാട്ട് തുടങ്ങി 2024 അവസാനം മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത 3D ചിത്രമായ ബറോസ് വരെ ആ പരാജയ ചിത്രങ്ങളിൽ പെടുന്നുണ്ട്. അതേസമയം 2021 പുറത്തിറങ്ങിയ ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗത്തിന് വൻ സ്വീകാര്യത ലഭിച്ചിരുന്നു. എന്നാൽ ചിത്രം OTT വഴിയാണ് റിലീസ് ചെയ്തത്. രജനി ചിത്രം ജയിലറിലെ കാമിയോ റോൾ ആഘോഷിക്കപ്പെട്ട ഒന്നായിരുന്നു. എങ്കിലും 6 വർഷ കാലയളവിൽ ഒരൊറ്റ മോഹൻലാൽ ചിത്രമാണ് തിയേറ്ററുകളിൽ വിജയിക്കാനായത്. 2023 പുറത്തിറങ്ങി 85 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ജിത്തു ജോസഫ് ചിത്രം നേരായിരുന്നു അത്. എന്നാൽ 2025 മാർച്ച് മുതൽ ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നു തുടങ്ങി. പിന്നീടങ്ങോട്ട് മോഹൻലാലിൻ്റെതായി റിലീസ് ചെയ്ത ചിത്രങ്ങൾ തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിച്ചു തുടങ്ങി. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരുമാണ് അടുത്ത കാലത്ത് സൂപ്പർ ഹിറ്റായ മോഹൻലാൽ ചിത്രം. മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം വൻ പ്രേക്ഷക പ്രതികരണമാണ് നേടിയത്. അതുപോലെ റിലീസായി എത്തിയ ഛോട്ടാ മുംബൈ തിയേറ്ററുകളിൽ വൻതോതിൽ ആളുകളെ കൂട്ടി. മോഹൻലാൽ യുഗം അവസാനിച്ചുവെന്ന് കരുതിയവർക്ക് ഏറ്റവും വലിയ അടിയായിരുന്നു അത്. ഇന്ന് മോളിവുഡിൽ ഏറ്റവും കൂടുതൽ പ്രോമിസിംഗ് ലൈനപ്പുള്ള നടൻ ആരാണെന്ന് ചോദിച്ചാൽ മോഹൻലാൽ എന്ന് നിസ്സംശയം പറയാം. പൂർവ്വം, പാട്രിയറ്റ്, ദൃശ്യം 3 എന്നിവ ആ ലിസ്റ്റിൽ ചിലത് മാത്രം. അതുകൂടാതെ മോഹൻലാലിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നത് മികച്ച സംവിധായകരുടെ വമ്പൻ പ്രൊജക്ടുകളാണ്. ഓണം റിലീസായി എത്തുന്ന ഹൃദയപൂർവ്വമാണ് മോഹൻലാലിൻ്റെതായി ഏറ്റവും അടുത്ത് റിലീസാകാനുള്ള ചിത്രം. സത്യനന്ദിക്കാട് മോഹൻലാൽ കോംബോ ഒന്നിക്കുന്നു എന്നതാണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകത. 2015 പുറത്തിറങ്ങിയ എന്നും എപ്പോഴുമാണ് ഇരുവരും ഒന്നിച്ച അവസാന ചിത്രം. സത്യനന്ദിക്കാടിന്റെ ആദ്യ ചിത്രമായ കുറുക്കന്റെ കല്യാണത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിൽ എത്തിയിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് നിരവധി ചിത്രങ്ങളാണ് ഇരുവരും ഒന്നിച്ച് മലയാളത്തിന് നൽകിയിട്ടുള്ളത്. മാളവിക മോഹനും സംഗീത് പ്രതാപും ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിക്കുന്നു. ഹൃദയപൂർവ്വം ചിത്രത്തിന്റെ ലൊക്കേഷനിൽ തമിഴ് സംവിധായകൻ നെൽസൺ എത്തിയ ചിത്രങ്ങൾ ഏറെ വൈറലായിരുന്നു. ജയിലർ 2 മോഹൻലാൽ എത്തുമെന്ന വാർത്ത ഇതിനോടകം തന്നെ പുറത്തു വന്നു. എന്നാൽ ഒഫീഷ്യലായ അനൗൺസ്മെന്റുകളൊന്നും വന്നിട്ടില്ല. മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രമാണ് മോഹൻലാലിൻ്റെതായി പ്രതീക്ഷ ഉണർത്തുന്ന മറ്റൊരു ചിത്രം. മോഹൻലാൽ, മമ്മൂട്ടി എന്നിവർക്കൊപ്പം കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര എന്നിവരും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. പേട്രിയറ്റ് എന്നാണ് ചിത്രത്തിന്റെ പേര് എന്ന് ഒരു ശ്രീലങ്കൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മോഹൻലാൽ പറഞ്ഞിരുന്നു. മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ത്രില്ലറായ ദൃശ്യത്തിന്റെ 3ാം ഭാഗവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ജോർജ് കുട്ടി 3ാമതും എത്തുമ്പോൾ എന്ത് സസ്പെൻസാണ് ജിത്തു ജോസഫ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. എന്നാൽ 2019 അനൗൺസ് ചെയ്ത റാമാണ് മറ്റൊരു മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം. എന്നാൽ ചിത്രത്തെ പറ്റിയുള്ള പുത്തൻ അപ്ഡേറ്റുകൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. വൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ തൃഷയാണ് നായിക. ഇന്ദ്രജിത്ത് സുകുമാരനും ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട്. തെലുങ്ക്, തമിഴ്, ഹിന്ദി, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ എത്തുന്ന വൃഷഭയും അപ്കമിംഗ് മോഹൻലാൽ ചിത്രമാണ്. കന്നഡ സംവിധായകൻ നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഒക്ടോബർ 16 തിയേറ്ററുകളിൽ എത്തുക. അതേസമയം സംവിധായകൻ കൃഷ്ണാന്തിനൊപ്പമുള്ള മോഹൻലാൽ ചിത്രത്തിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം മണിയമ്പിള്ള രാജു ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ചിത്രത്തെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നിട്ടില്ല. മോഹൻലാലിനെ നായകനാക്കി അനൂപ് മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതേസമയം മോഹൻലാലിന്റെ പുറത്തുവന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആഷിഖ് ഉസ്മാന്റെ നിർമ്മാണത്തിൽ ഓസ്റ്റിൻ ഡാൻ തോമസ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രമാണ്. L365 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ മോഹൻലാൽ ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലായിരിക്കും എത്തുക. വരാനിരിക്കുന്ന മോഹൻലാൽ സിനിമകളിലൂടെ മോഹൻലാൽ വിസ്മയം തുടരും എന്ന് തന്നെയാണ് മലയാളി പ്രേക്ഷകർ കരുതുന്നത്. കാത്തിരിക്കാം ബോക്സ് ഓഫീസിന്റെ റെക്കോർഡുകൾ തകർക്കുന്ന മോഹൻലാൽ മാന്ത്രികതയ്ക്കായി. വരാനിരിക്കുന്ന മോഹൻലാൽ ചിത്രങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രം ഏതെന്ന് കമന്റ് ചെയ്യാൻ മറക്കില്ലല്ലോ.